ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പെരുന്നാളിൻ്റെ വിശേഷങ്ങളിൽ രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കി, ചില്ലി ചിക്കൻ ഉണ്ടാക്കി, അതേപോലെ നേന്ത്രപ്പഴം പുഴുങ്ങി, പിന്നെ ബീഫ് ഉരുളൻകിഴങ്ങും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഇന്ന് ചോറും കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് മാമാടെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കണം. അപ്പോൾ ഇക്കാക്ക് നേരത്തെ പള്ളിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് കുളിക്കും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പള്ളിക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും ആരുമില്ല, അവരെല്ലാവരും അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇവിടുന്ന് ചായ കുടിച്ച് പോയാൽ പിന്നെ ഒരു 11 മണിക്ക് കട വീട്ടിൽ പോയിട്ട് അവിടുന്ന് ബിരിയാണിക്കും കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന് പിന്നെ ഇവിടെ നിന്നും ബിരിയാണി കഴിക്കുക ചെയ്യാറ്. ഇപ്രാവശ്യം ബിരിയാണിയൊന്നും ഉണ്ടാക്കിയില്ല, അവരാരും ഇല്ല. പിന്നെ മാമാടെ അങ്ങോട്ട് വിളിച്ചിരിക്കുക. അപ്പോൾ ഉമ്മാടെ അമ്മ മരിച്ചിട്ട് 10 ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അവിടേക്കാണ് എല്ലാവരും വിളിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പഴയ ഫോട്ടോ കേട്ടോ, ചെറിയ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ഫോട്ടോയാണ്. പിന്നെ ചോട്ടിലിരിക്കുന്നതാണെങ്കിൽ ഇക്ക ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച ഫോട്ടോയാണ്. അങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം ഞങ്ങളെല്ലാവരും എന്നിട്ട് വേഗമൊക്കെ പറഞ്ഞു, എന്നാൽ നിങ്ങളെല്ലാവരും നീയും പ്രിയമോളും സ്കൂട്ടിയിൽ അന്തമിളങ്കാവ് വീട്ടിലേക്ക് പോരെ, ഞാൻ പള്ളിയിൽ പോയിട്ട് അവിടുന്ന് നിസ്കാരം കട വീട്ടിലേക്കും പോയി നേരെ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാനും പ്രിയും വേഗം ഇക്ക പോയത് വേഗം ഞങ്ങളുടെ പണികളൊക്കെ നോക്കി. ഇക്ക കുറച്ച് നേരം എന്നിട്ട് പോണതിൻ്റെ ഉള്ളിൽ ഇവിടെ കസേരയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നേരത്തേക്കും വർത്താനം പറഞ്ഞ് ഇരുന്ന് അങ്ങനെയാണ് ഇക്ക പോയത് കേട്ടോ. അങ്ങനെ ഇക്ക പള്ളിക്ക് പോയ ശേഷം പിന്നെ റിയമോളുടെ ഫ്രണ്ട്സ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവരും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ വഴിക്ക് വരുന്ന സമയത്ത് ധ്യാന വന്നതാണ്. അപ്പോൾ അവർ കുറേ നേരം വർത്താനം പറഞ്ഞ് റിയമോളായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അത് അവർ വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. ഫോട്ടോ എടുത്തത് ഞാൻ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ ഇക്ക വേഗം കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോയി. ഉമ്മയുടെ അമ്മ മരിച്ചിട്ട് ഉള്ളതുകൊണ്ട് തന്നെ മാമാടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു പറഞ്ഞില്ലേ ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പിന്നെ നേരെ പോയി. അവിടെ ഉമ്മയുടെ അമ്മക്ക് 2 പെൺമക്കളും ബാക്കിയുള്ളത് ആമക്കളാണ്. അപ്പോൾ 2 പെൺമക്കളത്തെ ഒരു മോള് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ഗൾഫിലായതുകൊണ്ട് തന്നെ ഉമ്മയുടെ താത്തയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പെരുന്നാളും ഉമ്മ മരിച്ചിട്ടുള്ള ആദ്യത്തെ പെരുന്നാളിൻ്റെ ആ വിഷമം കൊണ്ട് ഉമ്മയുടെ താത്ത അവിടെ ദിക്കറും സലാത്തും തക്ബീറും ആകെ ഖുർആനൊത്തൊക്കെ ആയിരുന്നു കേട്ടോ. മൂപ്പർക്ക് അത്രയും വിഷമമുണ്ട് തോന്നുന്നു ഉമ്മയുടെ അമ്മ മരിച്ചിട്ട്. അപ്പോൾ വേറെ ഒന്നിനും മൂപ്പര് നിൽക്കാണ്ട് ആകെ ദിക്കറും സലാത്തൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങളും അതിലെല്ലാം കൂടിയിട്ട് ഇരുന്ന് പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ പെരുന്നാളിൻ്റെ വിശേഷം എന്ന് പറയാൻ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോയിരുന്നു കേട്ടോ. നെസ്റ്റോയിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് അയൺ ടേബിൾ ഒരെണ്ണം മേടിക്കണം എന്നുണ്ടായിരുന്നു. എപ്പോൾ പോയാലും വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല അത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടിയിൽ സ്ഥലമുണ്ട്. എനിക്ക് റിയമോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അയൺ ടേബിളും വാങ്ങി, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. പിന്നെ മുകളിലത്തെ നിലയിൽ ഡ്രസ്സിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു കേട്ടോ. പക്ഷേ ഡ്രസ്സുകൾ പറഞ്ഞാൽ ടീനേജ് പിള്ളേർക്കുള്ള ഡ്രസ്സുകളൊന്നും അത്ര നല്ല ഡ്രസ്സുകളൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി വേണമെങ്കിൽ എടുക്കാമെന്നുള്ളതിൽ അപ്പോൾ ഒന്നും കിട്ടിയൊന്നുമില്ല. അങ്ങനെ പിന്നെ ഡ്രസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഡ്രസ്സൊന്നും കൊടുത്തില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിലും അതേപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയും കയറി എല്ലാം പർച്ചേസ് ചെയ്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ബോറടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഞാൻ മുകളിൽ നിന്ന് വെറുതെ പുറത്തുള്ളൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ശോഭ സിറ്റിയുടെയൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് ഈ നെസ്റ്റോയും ഉള്ളത്. ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നെസ്റ്റോയിൽ കേട്ടോ. അത് പെരുന്നാളിൻ്റെ ഓഫറുകളൊക്കെയും കഴിഞ്ഞിരിക്കണം സമയമായിരുന്നു. അതുകൊണ്ട് ഓഫറുള്ള ദിവസങ്ങളിൽ തോന്നുന്നു നെസ്റ്റോയിൽ ഒരുപാട് തിരക്കുണ്ടാവും.
അങ്ങനെ ഞങ്ങൾ എന്താ പറയുക സാധനങ്ങളേക്കും പർച്ചേസ് ചെയ്ത ശേഷം നേരെ കാറിൽ കൊണ്ടുപോയിട്ട് എല്ലാം കയറ്റി അങ്ങനെ കുറച്ച് നേരം ഇവിടേക്കും ഫോട്ടോ കാറിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ അറേബ്യൻ ട്രീറ്റ് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ആ ഭംഗി കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിരുന്നു, നല്ല ഫുഡ്, നല്ല റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നോക്കുക വന്ന സമയത്താണ് ഇത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് നിർത്തിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു നല്ല ഒരു എന്താ പറയുക ലൈറ്റായിട്ടുള്ളൊരു പ്രകാശം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നെ അപ്പടി എന്താ പറയുക കുറേ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അലങ്കരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഹണി അൽഫാമ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കുബൂസ് എനിക്ക് തീരെ ഇഷ്ടമായിരുന്നു. നമ്മുടെ കുബൂസിൻ്റെ വാലിന് വരില്ല അവരില്ല, അതേപോലെയായിരുന്നു. കുബൂസ് ഭയങ്കര ബലം ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹണി അൽഫാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ റേറ്റും കുറവാണ്, 480 രൂപ ഇവിടെ റേറ്റ് വന്നിട്ടുള്ളൂ. സാധാരണ ഹണി അൽഫാമിനേക്കും 600 രൂപയാണ് ചേലക്കരയിലത്തേക്ക് റേറ്റ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഹണി അൽഫാമൊക്കെയും കഴിച്ച് പിന്നെ ഇവിടെ ഇരുന്നിട്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എന്തായാലും ഇവിടുത്തെ ഹണി അൽഫാം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവർക്കും ഞങ്ങൾക്ക് 3 ആൾക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെരുന്നാൾ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ്